ഹലോ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പണി. അധിക സമയം മോളുടെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ മോളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠന് തുല്യം ഞാൻ കാണുന്ന അഷറഫ് ക അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്നത്. എനിക്ക് സ്വന്തം ജ്യേഷ്ഠനില്ലെങ്കിലും എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പല ഉപദേശങ്ങളൊക്കെ സ്നേഹോപദേശങ്ങളൊക്കെ തരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മോളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞു. അതിന് ശേഷം ആള് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് പറയുകയുണ്ടായി. സാബിക്കെ, ഞാൻ പൊന്നുപോലെ നോക്കിയതാടാ ചെറുപ്പം മുതൽ തന്നെ. എന്നിട്ട് നമ്മൾ വേറൊരാൾക്ക് കൈ പിടിച്ച് കൊടുക്കുമ്പോണ്ടല്ലോ, എൻ്റെ ഇടനെഞ്ച് പൊട്ടിയെന്ന് പറഞ്ഞ ആളത് പറയുന്ന സമയത്ത് ആളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു കേട്ടോ. അതാ സംസാരിക്കുന്ന സമയത്ത് ആ വോയിസിൽ കറക്റ്റായിട്ട് അറിയാം. മോളുടെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയിട്ട് ആൺകുട്ടികളെ പോലെ അല്ലല്ലോ പെൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അവരുടെ മുകളിൽ ഒരു അവകാശം പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ഇതാണ് ആൾ പറഞ്ഞത്. ഒരാളുടെ അണ്ടറിൽ ഒരാൾക്ക് കൈ പിടിച്ച് കൊടുത്താൽ അങ്ങനെയല്ലേ. അതൊക്കെ നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ്, അതൊക്കെ ഫേസ് ചെയ്യുമ്പോഴാണല്ലോ ഓരോ ഉപ്പാർക്കും ഉമ്മാർക്കും ശരിക്ക് ഫീൽ ആവുന്നത്. പെൺമക്കളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക ഉപ്പാർക്കാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഉപ്പാനെ ഇതിൽ പ്രതിപാദിച്ചത് കേട്ടോ. രാജാവിൻ്റെ മകളെ പലരും രാജകുമാരിയായിട്ട് പറയാറുണ്ട്. എന്നാൽ സ്വന്തം ഉപ്പാൻ്റെ അച്ഛൻ്റെ രാജകുമാരി എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സ്വന്തം പെൺമക്കൾ തന്നെയാണ് കേട്ടോ.